മരണം ഒരു നല്ല അനുഭവമാണ്. അത് ജീവിക്കുന്നത് പോലുള്ള അനുഭവമാണ്, ഉറങ്ങുന്നത് പോലുള്ള അനുഭവമാണ്. അത് ഭയപ്പെട്ടാൽ നമ്മൾ ഭയപ്പെടുന്നത് മാത്രമാണ് മിച്ചം. മരണത്തെ പറഞ്ഞ് പേടിപ്പിച്ചാണ് ഈ മതജീവികളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മതക്കാരൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് മരണം എന്ന് പറയുന്നത് വളരെ വേദനാജനകമായ അനുഭവമാണെന്നും മരിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ അടിയും ഇടിയും കുത്തും കുഴപ്പമാണെന്നാണ്. അതുകൊണ്ട് അത് പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. മരണത്തെ ഇത്തരത്തിലുള്ളൊരു അനുഭവമായി നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ, അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ജീവിതം തന്നെ എത്ര രസകരമായിരിക്കും. يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله. നമ്മളൊക്കെ ജനിച്ചവരാണ്, അതുകൊണ്ട് തന്നെ മരിക്കുന്നവരുമാണ്. ഇതിനു മുൻപ് ഇവിടെ പല തലമുറ ജീവിച്ചിട്ടുണ്ട്, അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. പുണ്യപുരുഷന്മാരുൾപ്പെടെ എല്ലാവരും മരണപ്പെട്ടവരാണ്. ഒരു കവിതയിൽ പറയുന്നത്, ആരെങ്കിലും ഇവിടെ ശാശ്വതമായി ജീവിക്കുമായിരുന്നുവെങ്കിൽ അത് മുഹമ്മദ് നബി ആകുമായിരുന്നു, അല്ലെങ്കിൽ മറ്റു പ്രവാചകന്മാരാകുമായിരുന്നു. മരണത്തെ അതിജീവിച്ച് ആരും ജീവിച്ചതായിട്ട് നമുക്കറിവില്ല. നമ്മളും ഇതുപോലെ മരിച്ച് സ്മൃതിയിലേക്ക് മടങ്ങേണ്ടവരാണ്. നാളെ വരുന്നവരും അങ്ങനെ മരിച്ചു പോകേണ്ടവരാണ്. യഥാർത്ഥത്തിൽ എന്താണ് മരണം? മരണം എന്നാൽ എന്താണ്? മരണത്തെ മനുഷ്യർക്ക് വലിയ ഭയമാണ്. മരിച്ചു പോകും എന്ന് പറഞ്ഞാൽ അത് ഓർത്ത് മരിച്ചു പോകും. അങ്ങനെയാണ്. മരിക്കുക എന്നത് ആലോചിക്കാൻ പോലും നമുക്കിഷ്ടമല്ല. നമ്മളോട് ആരെങ്കിലും പറയുമെന്ന് നോക്കുക, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു നീ മരിക്കുന്നതായിട്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മൾ ഓഫായി പോകും. എന്തൊക്കെ വലിയ വർത്തമാനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാലും നീ മരിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നത് കേൾക്കാൻ നമുക്കിഷ്ടമല്ല. കാരണം മരണം അത്രമേൽ ഭീകരമായ ഒന്നായിട്ടാണ് നാം വിചാരിക്കുന്നത്. ലോകത്ത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു ദിവസം കൂടി കൂടുതൽ ജീവിക്കാനാണ് എന്നാണ് പറയുന്നത്. ഒരു ദിവസം കൂടി കൂടുതൽ ജീവിക്കാൻ ഖുർആൻ അങ്ങനെ പറയുന്നുണ്ട്. ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കൊരു ദിവസം ഒരല്പം നേരം നീട്ടി തന്നാൽ ഞാൻ നല്ലവനായിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് സമയം ദീർഘിപ്പിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, മരണത്തെ അതിജീവിക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും വിദ്യ ഉണ്ടെങ്കിൽ അത് എന്ത് വില കൊടുത്തും സ്വന്തമാക്കാൻ മനുഷ്യൻ തയ്യാറാണ്. ഇപ്പോൾ ഈ വെന്റിലേറ്റർ സിസ്റ്റം ഉണ്ടല്ലോ, വെന്റിലേറ്റർ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഒക്കെ മനുഷ്യനെ ജീവച്ഛവമാക്കി ഇങ്ങനെ കൊണ്ടുപോകുന്ന, അതിങ്ങ് ഊരിയാൽ മരിക്കും എന്ന് ഡോക്ടർ പറയുന്നു, അതിങ്ങ് അഴിച്ചാൽ എടുത്താൽ മരിക്കും, എന്നാലും അങ്ങനെ അങ്ങ് വെച്ച് കൊണ്ടുപോകും. അതിന് നമുക്ക് ഇഷ്ടം, സ്നേഹം എന്നൊക്കെ കാരണം പറയാം. ഇതൊക്കെ അടിസ്ഥാനപരമായി പ്രവർത്തിക്കുന്നത് മരണം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട സംഗതിയാണ് എന്ന വിചാരമാണ്. മനുഷ്യന് ദൗർബല്യം പിടികൂടുമെന്ന് പ്രവാചകൻ പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, മൽ വഹ്നു യാ റസൂലല്ലാഹ്, എന്താണ് ഈ ദൗർബല്യം എന്ന് പറഞ്ഞാൽ? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഹുബ്ബു ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, ലൗകികതയോടുള്ള ആസക്തിയും മരണത്തോടുള്ള വെറുപ്പും അല്ലെങ്കിൽ മരണത്തോടുള്ള ഭയവുമാണ് എന്ന് പറഞ്ഞു. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. എത്രത്തോളം നാം ലൗകിക ആസക്തിയുള്ളവരാകുന്നു അത്രത്തോളം നമുക്ക് മരണത്തെ ഭയമായിരിക്കും. ഇതെല്ലാ മനുഷ്യരുടെയും കഥയാണ് കേട്ടോ. ഇത് നമ്മുടെ കുറച്ച് ഏതെങ്കിലും മുസ്ലിങ്ങളുടേതോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടേതോ അല്ല. എല്ലാ മനുഷ്യന്മാരും മരണത്തെ അങ്ങനെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്.
യഥാർത്ഥത്തിൽ എന്താണ് മരണമെന്നറിഞ്ഞാൽ മരണത്തെ ഒരാളും ഭയപ്പെടുകയില്ല എന്ന് മാത്രമല്ല, നമ്മൾ ജീവിക്കുന്നത് പോലുള്ളൊരവസ്ഥ തന്നെയാണ് മരണമെന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. രാവിലെ നാം ഉണർന്നെഴുന്നേൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ രാത്രി നാം ഉറങ്ങാൻ കിടക്കുന്നത് പോലെ മറ്റൊരനുഭവത്തിൻ്റെ പേരാണ് മരണമെന്ന് പറയുന്നത്. മരണമെന്നത് ഒരിക്കലും ഒരു ജന്മത്തിൻ്റെ, ജീവിതത്തിൻ്റെ അവസാനമല്ല. നാം നിരവധി മരണങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മൾ ആദ്യമായിട്ട് ജനിച്ചതൊന്നുമല്ല, നമ്മൾ നിരവധി മരണത്തിന് ശേഷമാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ഖുതുബയിലും പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ നിരന്തരമായി യാത്ര ചെയ്തവരാണ്. ഇപ്പോൾ നിങ്ങൾ ആരും, ഈ ഇരിക്കുന്ന ഫർഹാനാകട്ടെ, സിറാജ് ആകട്ടെ, ആരാണെങ്കിലും നിങ്ങളൊന്നും, നമ്മളാരും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ജനിച്ചവരല്ല. അതിനു മുൻപേ നമ്മുടെ യാത്ര തുടങ്ങിയിരുന്നു. എവിടെ മുതൽ തുടങ്ങിയിട്ടുണ്ട്? അത് ആദ്യ മനുഷ്യൻ മുതൽ തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ മനുഷ്യനെ നമ്മൾ ഒന്നിച്ച് ജനിച്ചവരാ. നമ്മുടെയൊക്കെ പ്രായം ഒന്നായിരുന്നു. അവിടെ മുതൽ ആ യാത്ര തുടങ്ങിയിട്ടുണ്ട് നമ്മൾ. അതിനു മുൻപേ നാം ജനിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു കാലത്ത് അമീബയായിരുന്നു, ഒരു ഏകകോശ ജീവിയായിരുന്നു നമ്മൾ. ഈ പ്രപഞ്ചത്തിൽ ആ അമീബ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിങ്ങനെ പെരുകി 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 രൂപമാറ്റം സംഭവിച്ച് പലതായിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അവിടങ്ങളിലൊക്കെ നമ്മൾ മരിക്കുന്നുണ്ട്. നമ്മൾ ഏതോ ഒരു മരത്തിലെ പൂവായിരുന്നു. ആ പൂവ് മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണിട്ടുണ്ട്. അത് നമ്മളായിരുന്നു. നമുക്കൊരു മരണം അവിടെ സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് ആ പൂവ് മണ്ണിൽ ലയിച്ച് ഒരു വിത്തായി മാറിയിട്ടുണ്ട്. ആ വിത്ത് മരമായി, പിന്നീട് ആ മരം ഉണങ്ങിയപ്പോൾ നമ്മൾ വീണ്ടും മരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ആയിരക്കണക്കിന് മരണങ്ങളിലൂടെ കടന്നു വന്നവരാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ മരണം അവസാനമായിരുന്നുവെങ്കിൽ നമ്മൾ ഇവിടെ എത്തൂലായിരുന്നു. ഇതൊരു യാത്രയാണ്. ആ യാത്രയിൽ നിങ്ങൾ തിയേറ്ററിൽ പോവാറില്ലേ? തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ ഇൻ്റർവെല്ല് കാണുമല്ലോ, ഇടവേള കാണിക്കും. ആ ഇടവേള അവസാനമല്ല, ഇനിയും ഉള്ള ഒരു തുടർച്ചയുടെ ഇടയ്ക്കുള്ള ഒരല്പ സമയത്തെ നിശബ്ദതയാണ്. ഈ നിശബ്ദതയുടെ പേരാണ് മരണമെന്ന് പറയുന്നത്. നിരന്തരമായി നാം നടത്തിക്കൊണ്ടിരിക്കുന്ന അനുസ്യൂതമായ യാത്രയുടെ ഒരു ചെറിയ ഇടവേള. അങ്ങനെ നിരവധി ഇടവേളകൾ കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഇനിയും ഒരു ഇടവേളയുണ്ട്, അതും ഒരു മരണമാണ്. ആ മരണത്തെ മാത്രം നമ്മൾ ഭയപ്പെടുന്നത് എന്തിനാ? കഴിഞ്ഞുപോയ മരണഘട്ടങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് നമ്മളിവിടെ എത്തിയിട്ട് ഇനിയുള്ളൊരു മരണത്തെ മാത്രം ഭയപ്പെടുന്ന, ഇടവേളയെ ഭയപ്പെടുന്നത് എന്തിനാണ്? ഇടവേള ഉണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷെ അതിനപ്പുറത്ത് ഇപ്പോഴുള്ളതിനേക്കാൾ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ ഇനിയും ഉണ്ടാകും. ആ അനുഭവങ്ങളിലേക്ക് നാം മാറിപ്പോകുന്നതിൻ്റെ ഒരു തുടക്കമാണ് മരണമെന്ന് പറയുന്നത്. ഇപ്പോൾ നാം ഈ ലോകത്ത് ലൗകികമായ അവസ്ഥയിൽ ജീവിക്കുന്നു, പദാർത്ഥപരമായ അവസ്ഥയിൽ ജീവിക്കുന്നു. ഈ പദാർത്ഥമായ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ മാംസവുമായി, നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ നിന്ന് നാം മറ്റൊരവസ്ഥയിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പൂവായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് പിന്നെ ഒരു കിളിയായ അവസ്ഥയിലേക്കുള്ളൊരു മാറ്റമുണ്ട്. ഒരു വിത്തായ അവസ്ഥയിൽ നിന്ന് ഒരു കായായ അവസ്ഥയിലേക്കുള്ളൊരു മാറ്റമുണ്ട്. ഇതുപോലെ ലൗകികമായ അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കുള്ള നമ്മുടെ മാറ്റമാണത്. ഇത് ഉറങ്ങുന്നത് പോലുള്ളൊരു അനുഭവമാണ്. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പറയുന്നത്. മരണമെന്ന് പറയുന്നത് എന്തോ ഒരു ഭീകരമായ അവസ്ഥയുടെ പേരല്ല, അത് ഉറങ്ങുന്നത് പോലുള്ളൊരു അനുഭവമാണ്. അല്പം കൂടിയ ഉറക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അല്പം തീവ്രമായ ഉറക്ക്, ആഴത്തിലുള്ള ഉറക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഉറക്കിൻ്റെ പേരാണ് മരണം. അത് നമ്മളെ ആരോ പിടിച്ച് കഴുത്തിയാക്കി കൊല്ലുന്നൊന്നുമില്ല. അപ്പം മരണത്തിൽ പിടക്കൂലെന്നൊക്കെ ചോദിച്ചാൽ പിടക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ മരണവുമായി ബന്ധപ്പെട്ടതല്ല. നിങ്ങൾ ഉറക്കത്തിൽ ചില ആളുകൾക്കൊക്കെ കൂർക്കം വലിയില്ലേ, അത് ഉറക്കിൻ്റെ പ്രശ്നമാണോ? ചില ആളുകളൊക്കെ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നില്ലേ, ഉറക്കിൽ കാലിട്ടടിക്കുന്നില്ലേ, ഇത് ഉറക്കിൻ്റെ പ്രശ്നമാണോ? എന്നതുപോലെ മരണത്തിലും അങ്ങനെയുള്ള ചില വിഭ്രാന്തികളൊക്കെ ചിലർ കാണിക്കും. അത് മരണത്തിൻ്റെ പ്രശ്നമല്ല, അയാളുടെ ശരീരത്തിൻ്റെയോ അയാളുടെ രോഗാവസ്ഥയുടെയോ പ്രശ്നമാണ്.
മരണം എന്ന് പറഞ്ഞാൽ സ്വച്ഛസുന്ദരമായ ഒരു ഒഴുക്കിന് പറയുന്ന പേരാണ്. ആ ഒഴുക്കിൽ അങ്ങനെ അങ്ങ് സംഭവിക്കും. നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ അങ്ങ് മരിച്ചു പോകും. മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാനിക്കുന്നു എന്നല്ല, നമ്മൾ തുടരുന്നു എന്നാണ്. തുടരുന്നു എന്നതിൻ്റെ പേരാണ് മരണം. നമ്മൾ ഒരിക്കലും അവസാനിച്ചു പോകുന്നില്ല. അപ്പം നമ്മൾ പറയും നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെയൊക്കെ നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നില്ലേ? നമ്മുടെ വീട്, നമ്മുടെ പരിസരം, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സ്വത്ത്, നമ്മുടെ സമ്പാദ്യം, നമ്മുടെ കച്ചവടം, ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ലേ? അത് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ നിങ്ങളുടേതാണെന്ന് ആര് പറഞ്ഞു? ഇതൊക്കെ നമ്മുടെ ഒരു ധാരണയായിരുന്നില്ലേ? കഴിഞ്ഞ നമ്മുടെ മുമ്പ് ജീവിച്ച ആളുടെ പേരിലുണ്ടായിരുന്ന സ്ഥലമല്ലേ ഇപ്പം നിങ്ങളുടെ പേരിലുള്ളത്? അതും നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം, ആ കടലാസിൽ അവരുടെ പേരായിരുന്നു, ഇപ്പോഴുള്ള കടലാസിൽ നിങ്ങളുടെ പേരുണ്ടെന്നുള്ളത് മാത്രമല്ലേ? നമ്മൾ ഓരോരുത്തരും കൈവശം വെച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ, നിങ്ങൾ ഓരോരുത്തരും, നമ്മുടെ ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ, നമ്മുടെ സഹോദരിമാർ അണിഞ്ഞിരിക്കുന്ന സ്വർണം, ഇത് നിങ്ങൾക്ക് മുൻപേ 10,000-കണക്കിന് ആളുകൾ അണിഞ്ഞ സ്വർണമാണത്. ആ സ്വർണം വീണ്ടും വീണ്ടും ഒരുക്കിയാണ് നിങ്ങളുടെ കാതിലെത്തിയിരിക്കുന്നത്, നിങ്ങളുടെ കഴുത്തിലെത്തിയിരിക്കുന്നത്, നിങ്ങളുടെ കൈകളിലെത്തിയിരിക്കുന്നത്. നമ്മൾ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം ഏതോ കാട്ടിലെ മുളയായിരുന്നു, മറ്റേതോ കാട്ടിലെ ഒരു പരുത്തിയായിരുന്നു, വേറെ ഏതോ ഒരു കാട്ടിലുള്ള ഒരു പുഴുവായിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം ഇങ്ങനെ പരിണമിച്ചെത്തിയിരിക്കുന്നത്. നമ്മുടേതെന്ന് പറയുന്നതൊക്കെയും ആരൊക്കെയോ ഉപയോഗിച്ച് ഇല്ലാതായി പോയ വസ്തുക്കളുടെ പേരാണ്. ഈ ഭൂമി അങ്ങനെയാണ്. അപ്പം നമ്മുടെ പേരിലേക്ക് എഴുതി വെക്കുന്നു. ഒരു കടലാസിലെ പേര് മാറ്റമാണ് സംഭവിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്നു ഇത് നമ്മുടേതായി എന്ന്. ഇത് ഇനിയും പേര് മാറാനുള്ളതാണ്. നിങ്ങളുടെ കൈവശമുള്ള എല്ലാ സ്ഥലവും, നിങ്ങളുടെ കൈവശമുള്ള എല്ലാ വീടും, നിങ്ങളുടെ കൈവശമുള്ള എല്ലാ സ്വത്തും പേര് മാറിയിട്ട് ഒരാളുടേതായിത്തീരും. അത് ഈ പ്രകൃതിയുടെ വിധി അങ്ങനെയാണ്. ഈ പ്രകൃതിയുടെ നിയമം അങ്ങനെയാണ്, വ്യവസ്ഥ അങ്ങനെയാണ്. അതിങ്ങനെ മാറിയും തിരിഞ്ഞും മാറി തിരിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതം അതൊന്നുമല്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ആസ്വാദനത്തിൻ്റെ തലമാണ്. അതിങ്ങനെ ഒഴുക്കായി വന്ന് മരണം എന്ന കവാടത്തിലൂടെ കടന്ന് വീണ്ടും നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് മരണം ഇല്ല എന്ന് വെക്കുക. മരണമില്ലെങ്കിൽ ഈ ജീവിതം ബോറായിരിക്കും, പരമ ബോറായിരിക്കും ഈ ജീവിതം. മരണമാണ് നമ്മെ പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. ആസ്വാദനത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നത് മരണമാണ്. അങ്ങനെ പുതുക്കി കൊണ്ടുപോയി മറ്റൊരു തലത്തിൽ പദാർത്ഥ നിരപേക്ഷമായ നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ലോകത്തേക്കാണ് മരണം നമ്മെ കൊണ്ടുപോകുന്നത്. മരണത്തിന് ലഹരിയുണ്ടെന്നാണ് പ്രവാചകൻ പറയുന്നത്. ഇന്നലിൽ മൗത്തില സക്കറാത്ത്, മരണത്തിന് അപാരമായ ലഹരിയാണ് എന്നാണ് റസൂൽ പറഞ്ഞത്. സക്കറാത്ത് എന്ന വാക്കിനർത്ഥം വേദന എന്നല്ല. സുക്കർ എന്ന് പറഞ്ഞാൽ അറബിയിൽ പഞ്ചസാര എന്നാണ് അർത്ഥം, ലഹരി എന്നാണ് അർത്ഥം. സുക്രാൻ എന്ന് പറഞ്ഞാൽ ലഹരി ബാധിതൻ എന്നാണ് അർത്ഥം. സക്കറാത്ത് എന്ന് പറഞ്ഞാൽ ലഹരി എന്നാണ് അർത്ഥം. അതിനെയാണ് നമ്മുടെ പുരോഹിതന്മാർ വേദന എന്നർത്ഥം പറഞ്ഞിരിക്കുന്നത്. സക്കറാത്തിന് വേദന എന്നർത്ഥമേ ഇല്ല, ലഹരി എന്നാണ് അർത്ഥം. മരണം ഒരു ലഹരിയാണ്. ഇന്നലിൽ മൗത്തില സക്കറാത്ത്, മരണം ഒരു ലഹരിയാണ്, അപാരമായ ലഹരി. അതേക്കുറിച്ച് റൂമി പറയുന്നത് കുട്ടികൾക്ക് മിഠായി എന്നതുപോലെ ആണ് ജ്ഞാനികൾക്ക് മരണം എന്നാണ്. അങ്ങനെ മരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് ആണ് നാം ആലോചിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളതൊന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല, കാരണം ഇതൊന്നും നമ്മുടേതല്ല. പിന്നെ നമ്മളില്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും സംഭവിക്കും, അങ്ങനെ ഒരു ധാരണയാണ് പലർക്കും. ഞാനില്ലെങ്കിൽ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കും, ഞാനില്ലെങ്കിൽ എൻ്റെ കുട്ടികളാകെ പ്രശ്നമായി പോകും, ഞാനില്ലെങ്കിൽ എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവും ഒക്കെ പ്രശ്നത്തിലാകും, ഞാനില്ലെങ്കിൽ ഈ സംഭവങ്ങളൊന്നും നടക്കൂല, ഒന്നും സംഭവിക്കൂല. നിങ്ങളില്ലെങ്കിൽ നിങ്ങളുള്ളതിനേക്കാൾ നന്നായിട്ട് ലോകം മുന്നോട്ട് പോകും. ആലുവ പുഴയിൽ പിന്നെയും വെള്ളം ഒഴുകും, ഒന്നും സംഭവിക്കൂല. നിങ്ങളുള്ളപ്പോൾ നിങ്ങൾ പ്രസക്തരാണ്, നിങ്ങളില്ലാത്തപ്പോൾ നിങ്ങൾ വേണ്ട ഈ ലോകത്തിന്. ഗാന്ധിജി ഇല്ലാത്ത ഇന്ത്യയെ ഓർത്തിട്ട് വിലപിച്ചിരുന്നു പലതും. ഗാന്ധിജി ഉള്ളതിനേക്കാൾ നന്നായി ലോകം മുന്നോട്ട് പോയി. നെഹ്റു ഇല്ലാത്ത ഭാരതം എന്തായിരിക്കുമെന്ന് വിലപിച്ചിരുന്നു. നെഹ്റുവിനേക്കാൾ നന്നായിട്ട് ഇന്ത്യ മുന്നോട്ട് പോയി. നിങ്ങളില്ലാത്ത നിങ്ങളുടെ വീട് നിങ്ങളുള്ളതിനേക്കാൾ നന്നായി മുന്നോട്ട് പോകും. അതിലൊന്നും ഒട്ടും ആശങ്കപ്പെടേണ്ട. അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. കുടുംബത്തിൻ്റെ ഒക്കെ അവസ്ഥ, മനുഷ്യൻ അങ്ങനെയാണ്.
ഒരാൾ മരിച്ചാൽ നമ്മൾ ആ മരിച്ച വീട്ടിൽ പോയാൽ വിചാരിക്കും ഇവർ പിന്നീട് പച്ചവെള്ളം കുടിക്കില്ല, ആ മാതിരി നിലവിളിയായിരിക്കും. പക്ഷേ പിറ്റേന്ന് പോയാൽ അവരവരുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലേക്ക് ഊളിയിട്ട് പോകുന്നത് നമുക്ക് കാണാം. അങ്ങനെയാണ് ജീവിതം, അതൊരാളുടെ കുറ്റക്കുറവൊന്നുമല്ല, അങ്ങനെയാണ് ജീവിതം. അപ്പോൾ മരിച്ചാൽ ഒന്നും സംഭവിക്കില്ല ഈ ലോകത്തിന്. അപ്പോൾ അതോർത്തിട്ടും ദുഃഖിക്കണ്ട. ഞാനില്ലെങ്കിൽ ഈ ലോകം എന്തോ തകർന്നു പോവും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അത് പല്ലിയുടെ ഗൗളി വിചാരം എന്നാണ് അതിന് പറയുക. പല്ലി വിചാരിക്കും ഞാനില്ലെങ്കിൽ ഈ ഉത്തരവൊക്കെ തകർന്നു പോകും, ഈ മേൽക്കൂരൊക്കെ തകർന്നു വീഴും, ഞാനാണ് ഇതിനൊക്കെ താങ്ങി നിർത്തുന്നത് എന്ന് വിചാരിക്കുന്ന പോലെ. അല്ലല്ല, നമ്മളില്ലെങ്കിൽ ഈ ലോകം മനോഹരമാണ്, നമ്മളുള്ളപ്പോഴും മനോഹരമാണ്. നമ്മൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രസക്തരാണ്. ഇപ്പോൾ മുസ്തഫ മൗലവി എന്ന് പറയുന്നത് ഞാനുണ്ടാകുമ്പോൾ നിങ്ങൾ പറയും ക്ലാസ് എടുക്കാൻ മുസ്തഫ മൗലവി വേണം, വൈകുന്നേരം മുസ്തഫ മൗലവി ഉണ്ടെങ്കിൽ ഉഷാറാണ്. ഞാൻ അങ്ങ് മരിച്ചു പോയാലോ, അതിനേക്കാൾ നല്ലൊരാൾ ഈ കസേരയിലിരിക്കും. നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ മാത്രമാണ് ആ കസേരയിലിരിക്കുന്നതെന്ന്. നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെക്കാൾ ആപ്റ്റായ ഒരാളെ പടച്ചവനോടെ കൊണ്ടുവന്നിരുത്തും. അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനയാണ്, അങ്ങനെയല്ലേ? ഈ പ്രകൃതിയിൽ അങ്ങനെയാണ്. നിങ്ങളങ്ങ് നീങ്ങുമ്പോൾ നിങ്ങളെക്കാൾ നല്ലൊരാൾ അവിടെ കൊണ്ടുവന്നിരുത്തും. അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഒരു ശൂന്യതയില്ല. ശൂന്യതക്ക് പടച്ചോ നിന്നു കൊടുക്കില്ല. ശൂന്യത ഇങ്ങനെ ഫില്ല് ചെയ്ത് മുന്നോട്ട് പോകും. വളരെ മനോഹരമായൊരു വ്യവസ്ഥയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഓട്ടോമാറ്റിക്കാണ്. അതിങ്ങനെ ഫില്ല് ചെയ്ത് പോകുന്നൊരു രീതിയാണ്. ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയല്ലേ മനുഷ്യവംശം. അതിൽ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ അവിടേക്ക് ഒരാൾ വന്ന് നികന്നു, പിന്നെ അങ്ങനെ അങ്ങ് പോകും. പിന്നെ നിങ്ങൾ കൊടുത്ത ഓർമ്മകളുണ്ടാവും ആളുകൾക്ക്. ആ ഓർമ്മകളാണ്. ഏതെങ്കിലും മരിച്ച വീട്ടിൽ പോയിട്ട് മരിച്ചയാളെ പ്രതി കരയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും മരിച്ച വീട്ടിൽ പോയാൽ മരിച്ചയാളെ പ്രതി കരയാറുണ്ടോ? ഇല്ല. ഞങ്ങൾക്കിനി ആരാ ഉള്ളതെന്നാണ്. ജീവിച്ചിരിക്കുന്നവരാണ് പ്രശ്നം. ഞങ്ങൾക്കിനി ആരാണുള്ളത്, ഞങ്ങളെയും കൂടി കൊണ്ടുപോയിക്കൂടായിരുന്നോ? അപ്പം മരിച്ചവരല്ല പ്രശ്നം. നിങ്ങൾക്ക് ആരാണുള്ളതെന്ന് ചോദിച്ചിട്ട് ഒരു മരണ വീട്ടിൽ ഇന്നവരൊരാളും കരഞ്ഞിട്ടില്ല. കരഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ഒറ്റക്കല്ലേ എന്ന് ചോദിച്ചിട്ട് ആരും കരഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒറ്റക്കല്ലേ എന്ന് വിചാരിച്ചിട്ടേ കരഞ്ഞിട്ടുള്ളൂ. പ്രശ്നം ആരാണ്? ജീവിച്ചിരിക്കുന്നവരാണ്. നിങ്ങളൊന്നുമല്ല എന്ന് വെച്ചാൽ ഞാനൊന്നുമല്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ പ്രസക്തരാണെങ്കിലും മരിച്ചാൽ നമ്മൾ ആരുമല്ല. എത്രയും പെട്ടെന്ന് മരിച്ച മയ്യത്ത് കൊണ്ടുപോയാൽ മറമാടുക എന്നുള്ളതാണ് പിന്നെ സമൂഹത്തിൻ്റെ ധർമ്മം. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ മരണം എന്ന് പറയുന്നത് അവസാനമല്ല എന്ന് തിരിച്ചറിയണം. നമ്മളില്ലാത്ത ലോകം ശൂന്യമായി പോകുമെന്ന മിഥ്യാധാരണ വേണ്ട. അതൊക്കെ ഫില്ല് ചെയ്തങ്ങ് പോകും. പിന്നെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൻ്റെ ഒരു തുടർച്ചയുണ്ട്. ആ തുടർച്ചയിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത്. മരണം ഒരു നല്ല അനുഭവമാണ്. അത് ജീവിക്കുന്നത് പോലുള്ള അനുഭവമാണ്, ഉറങ്ങുന്നത് പോലുള്ള അനുഭവമാണ്. അത് ഭയപ്പെട്ടാൽ നമ്മൾ ഭയപ്പെടുന്നത് മാത്രമാണ് മിച്ചം. മരണത്തെ ഭയപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നത് മതത്തെക്കുറിച്ചുള്ള ചിന്തയുള്ളവർക്ക് ആണ് കൂടുതലും. മരണത്തെ പറഞ്ഞ് പേടിപ്പിച്ചാണ് ഈ മതജീവികളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മരിക്കണ്ടേ എന്ന് ചോദിച്ചിട്ട്. ജനിക്കുന്നത് പോലെ അത്രയും വേദനയില്ല. ജനിക്കുമ്പോൾ ഒരാൾ വേദനിക്കും. നമ്മുടെ ഉമ്മ വേദനിച്ചിട്ടാണ് നമ്മളൊക്കെ ഉണ്ടായിട്ടുള്ളത്. കഠിനമായ വേദനയായിരുന്നു അത്. അത് ശാരീരികമായ വേദനയാണ്. അവരുടെ ശരീരത്തിൽ നടക്കുന്ന അത് ഒരു ദിവസത്തെ വേദനയല്ല, അത് 10 മാസത്തെ വേദനയാണ്. അത് അതികഠിനമായ ഈ പ്രസവം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന, ഒരു മിനിറ്റ് കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രക്രിയയല്ല. 10 മാസം കൊണ്ടൊരു സ്ത്രീ അനുഭവിച്ചു തീർക്കുന്ന വേദനയുടെ പാരമ്യത്തിലുള്ള അവസാനത്തെ വേദനയാണ് പ്രസവ വേദന എന്ന് പറയുന്നത്. അതിങ്ങനെ തുടർച്ചയായ വേദനകളുടെ ഒരു ഓട്ടമാണ്. മരിക്കുന്നതിന് അത്ര വേദനയൊന്നുമില്ല, അത്ര നല്ലൊരു വേദനയില്ല. അപ്പോൾ 10 മാസം അത് സാധാരണ പറയാറുണ്ട്, മരണത്തിൻ്റെ വേദന കൂടി ഉമ്മ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുക. അങ്ങനെയാണ് നമ്മൾ മരിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് മാതാവിനോടുള്ള കടപ്പാട് നമുക്ക് തീർത്താ തീരാത്തത്. കാരണം നമ്മുടെ മരണത്തിൻ്റെ വേദന കൂടി അവർ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ജനനം എന്ന് പറയുന്നത് അല്പം ക്ലിഷ്ടമായ ഒരേർപ്പാടാണ്. മരണമെന്ന് പറയുന്നത് എന്നാൽ അങ്ങനെയല്ലെന്നും അത് വളരെ വിശാലമായ ഒരു ലോകത്തേക്കുള്ള പ്രയാണമാണെന്നുമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പിന്നെ ഇഷ്കിൻ്റെ, ഹുബിൻ്റെ, പ്രണയത്തിൻ്റെ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ആൾക്ക് എങ്ങനെയാണ് മരണം വേദനയുള്ള അനുഭവമായി തീരുക? ഞാനൊരാളെ പ്രണയിക്കുന്നു, അയാൾ ഞാനും തമ്മിൽ നേർക്കുനേരെ കണ്ടിട്ടില്ല, എല്ലാ കമ്മ്യൂണിക്കേഷനും ഉണ്ട്, കാണാൻ വേണ്ടി പോവുകയാണ്. അത് എത്രമേൽ
ആനന്ദകരമായ നിമിഷങ്ങളായിരിക്കും. ഞാനും അയാളും തമ്മിൽ കണ്ടുമുട്ടുന്ന ആ നിമിഷം എത്രമേൽ എൻ്റെ ജീവിതത്തിൽ മധുരോദാരമായിരിക്കും. എങ്കിൽ അതുപോലെയല്ലേ നമ്മൾ അള്ളാഹുവായിട്ട് നടത്തുന്ന മുനാജാത്തിൻ്റെ, അള്ളാഹുവായിട്ട് നടത്തുന്ന സംഭാഷണത്തിൻ്റെ, പ്രാർത്ഥനയുടെ ഏറ്റവും ഒടുവിൽ അവനെ കാണാൻ വേണ്ടി നമുക്ക് ആകെയുള്ളത് ഈ ശരീരമാണ് മറ എന്ന തിരിച്ചറിവിൽ ശരീരം വെടിഞ്ഞ് അവനിലേക്ക് ലയിക്കാൻ വേണ്ടി പോകുന്ന ശരീരം എന്ന മറയെ നമ്മൾ ഉപേക്ഷിക്കുന്ന ആ ഘട്ടം എത്രമേൽ ഉദാത്തമായിരിക്കും, എത്രമേൽ ആനന്ദദായകമായിരിക്കും. അള്ളാഹു നമ്മളും ചേരുന്നതിന് ആകെയുള്ള മറ ഈ ശരീരമാണ്. സത്യമല്ലേ? കാരണം ഈ പദാർത്ഥപരമായ ഈ മാംസപിണ്ഡവും വെച്ചുകൊണ്ട് നമുക്ക് അവനിൽ ലയിക്കാൻ സാധ്യമല്ല. ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരവസ്ഥയ്ക്കാണ് ശരീരം എന്ന് പറയുന്നത്. നമുക്ക് ലൈംഗികതയുണ്ട്, നമുക്ക് വിശപ്പുണ്ട്, നമുക്ക് ദാഹമുണ്ട്, നമുക്ക് അസൂയയുണ്ട്, കുശുമ്പുണ്ട്, നമുക്ക് ആർത്തിയുണ്ട്, സ്വാർത്ഥതയുണ്ട്, എൻ്റേതെന്ന വിചാരമുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്കൊരിക്കലും അവനിലേക്ക് ലയിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇത് ഉപേക്ഷിക്കണം. ഇത് ഉപേക്ഷിച്ചാലേ അവനിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. അതിനാണ് മഹാസമാധി എന്ന് പറയുന്നത്. സമാധികൾ പലവിധമുണ്ട്, പക്ഷേ മഹാസമാധി എന്ന് പറയുന്നത് മരണമാണ്. ജ്ഞാനികൾ മരിച്ചാൽ മരിച്ചു എന്ന് പറയില്ല. മുഹമ്മദ് നബി മരിച്ചു എന്ന് നമ്മൾ പറയില്ല. പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വഫാത്തായി എന്നാണ് പറയുക. സമാധിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ജ്ഞാനികൾക്കുള്ള ഒരു വിശിഷ്ടമായ ഒരു അനുഭവമാണ് സമാധിയാവുക, ബ്രഹ്മത്തിൽ ലയിക്കുക. ആ ലയനം സംഭവിക്കുന്നത് നമ്മുടെ ഇഷ്കിൻ്റെ, ആഷിക്കിൻ്റെ, നമ്മുടെ പ്രണേതാവിൻ്റെ അടുത്തേക്കുള്ള യാത്ര എന്നുള്ള നിലക്കാണ്. അപ്പോൾ നമ്മളെത്രമേൽ പ്രണയിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ, നമ്മളെത്രമേൽ ഇഷ്ടത്തോടെയാണ് പെരുമാറുന്നതെങ്കിൽ, ഈ ശരീരം വെടിഞ്ഞ്, ഭൗതികമായ മാംസപിണ്ഡം വെടിഞ്ഞ് അവനിലേക്ക് ലയിക്കാൻ പോകുന്ന ആ അനുഭവത്തെ എന്ത് പേരിട്ടാണ് നമ്മൾ വിശേഷിപ്പിക്കുക? എങ്ങനെയാണ് നാം ആ അനുഭവത്തെ വെറുക്കാൻ സാധിക്കുക? എനിക്ക് മരിക്കണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണേതാവിനെ കാണണ്ട എന്നാണ് അർത്ഥം. എനിക്ക് മരിക്കാൻ പേടിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണേതാവിനെ കാണാൻ പേടിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഒരു അനുഭവ തലത്തിൽ നാം മരണത്തെ കാണുക എന്നുള്ളതാണ്. അങ്ങനെയാണ് മരണം നമുക്ക് പ്രിയങ്കരമായ അനുഭവമായി മാറുന്നത്. പ്രവാചകന്മാരെല്ലാവരും അങ്ങനെയാണ്. പ്രവാചകന്മാർ മാത്രമല്ല, ഗുരുക്കന്മാരൊക്കെ എപ്പോഴും മരണത്തെ ശത്രുവായിട്ട് കാണരുത്. നമ്മളൊക്കെ മരണത്തെ ശത്രുവായിട്ടാണ് കാണുന്നത്. മരണത്തെ മിത്രമായിട്ട് കാണണം, മരണത്തെ കൂട്ടുകാരനായിട്ട് കാണണം. അത് ഏത് സമയത്തും സ്വീകരിക്കാൻ സന്നദ്ധരാകണം. സ്വീകരിക്കാനല്ല, അതിനെ പുൽകാൻ, കെട്ടിപ്പിടിക്കാൻ. അത്രമേൽ നമ്മെ നമ്മുടെ നാഥനിലേക്ക്, നമ്മുടെ പ്രണേതാവിലേക്ക്, നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വലിയ അനുഭവത്തെയാണ് മരണമെന്ന് പറയുന്നത്. മതക്കാർ മരണത്തെ പേടിക്കും, കൊള്ളക്കാരും മരണത്തെ പേടിക്കും. പക്ഷേ ആധ്യാത്മികമായ പ്രണയത്തിൻ്റെ ഉന്നതമായ അനുഭൂതി ആഗ്രഹിക്കുന്നവർക്ക് മരണത്തെ ഇഷ്ടപ്പെടാതെ തരമില്ല. അതുകൊണ്ടാണ് ഹിർക്കൽ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ചെന്നിട്ട് പ്രവാചക ശിഷ്യന്മാരുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് യുഹിബ്ബൂനൽ മൗത കമാ തുഹിബ്ബൂനൽ ഹയാത്ത എന്ന്. നിങ്ങൾ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അവർ മരിക്കാൻ കൊതിക്കുന്നു എന്നാണ്. നിങ്ങൾ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അവർ മരിക്കാൻ കൊതിക്കുന്നു. മരണത്തെ കാമിക്കുന്ന ഒരു ജനത. മരണത്തെ കാമിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും പോയിട്ട് മരിക്കുക എന്നല്ല, മറിച്ച് മരിക്കാൻ ഭയമില്ലാത്ത, മരിക്കാൻ ഇഷ്ടമുള്ള ഒരു ജനത, മരിക്കാൻ ഇഷ്ടമുള്ളൊരു വ്യക്തി. അയാൾ ആർക്കാ തോൽപ്പിക്കാൻ പറ്റുക? അയാൾക്ക് എന്തിനെയാണ് ഭയപ്പെടാൻ സാധിക്കുക? എന്ത് കാണിച്ചിട്ടാണ് അയാളെ ഭയപ്പെടുത്തുക? അപ്പോൾ മരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒടുക്കമല്ലെന്നും നമുക്ക് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമാണെന്നും. അങ്ങനെയാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമാണത്. ശരീരം വെടിയുന്നതോടുകൂടി നാം പൂർണ്ണ സ്വതന്ത്രരാവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ചിറകുകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അനന്തമായ ആകാശത്തിലൂടെ പറന്നു നടക്കാനുള്ള അന്തരീക്ഷം ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മരിക്കുക എന്നത് എന്തോ ഭീതിജനകമായ സംഗതിയായിട്ട്, നമ്മുടെ വൃദ്ധരായ ആളുകളൊക്കെ മരിക്കാൻ പേടിച്ചിട്ടാണ് കഴിയുന്നത്. അവർക്ക് മരണത്തെ ഭയങ്കര പേടിയാണ്. കാരണം നമ്മുടെ മതക്കാരൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് മരണം എന്ന് പറയുന്നത് വളരെ വേദനാജനകമായ അനുഭവമാണെന്നും മരിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ അടിയും കുത്തും കുഴപ്പമാണെന്നുമാണ്. അതുകൊണ്ട് അത് പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. മരണത്തെ ഇത്തരത്തിലുള്ളൊരനുഭവമായി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ, അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ജീവിതം തന്നെ എത്ര രസകരമായിരിക്കും.
ഏത് സമയത്ത് മരിച്ചോട്ടെ, എന്താ ഒരു കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. ആ ഒരു മാനസിക തലത്തിൽ മരണത്തെ കാണാൻ നമുക്ക് കഴിയണം. അങ്ങനെ വരുമ്പോൾ ജീവിതവും സുന്ദരമായിരിക്കും, മരണം അതിസുന്ദരമായിരിക്കും.